വയനാടിന് ധനസഹായം നൽകാൻ കാരുണ്യയാത്ര നടത്തിയ സ്വകാര്യ ബസിനു നേരെ അക്രമം. കോട്ടയം പാലാ റൂട്ടിൽ സർവീസ് നടത്തുന്ന പാലക്കാട്ട് ബസിനു നേരെയാണ് പുല്ലരിക്കുന്നിൽ വെച്ച് യുവാക്കളുടെ സംഘം അക്രമം നടത്തിയത്. സംഭവത്തിൽ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒരു കാര്യം പറയണം, ദേഹത്തോടും അല്ല കാര്യം പറയണം. നീ തൊട്ടിലാണ് ഇവിടെ വെച്ച് വണ്ടി അടിച്ചായിരുന്നോ? കാലെ പിടിച്ച് വലിച്ചായിരുന്നോ? ചേട്ടനല്ല, ആ പുള്ളി. വയനാടിന് ധനസഹായം നൽകുന്നതിനായി കാരുണ്യയാത്ര നടത്തിയ സ്വകാര്യ ബസ്സിന് നേരെയാണ് അതിക്രമമുണ്ടായത്. കോട്ടയം പുല്ലരിക്കുന്നിൽ വെള്ളിയാഴ്ച വൈകിട്ട് 5:45 സംഭവം. കോട്ടയം പുല്ലരിക്കുന്ന് മെഡിക്കൽ കോളേജ് പാലാ റൂട്ടിൽ സർവീസ് നടത്തുന്ന പാലക്കാട്ട് സ്വകാര്യ ബസ്സിന് നേരെയാണ് യുവാക്കളുടെ സംഘം അക്രമം നടത്തിയത്. വൈകിട്ട് കോട്ടയത്തേക്ക് ബസ് സർവീസ് നടത്തുന്നതിനിടെ ബൈക്ക് യാത്രക്കാരനുമായി വാക്കുതർക്കമുണ്ടായിരുന്നു. സൈഡ് നൽകിയില്ലെന്നാരോപിച്ചാണ് ഡ്രൈവറും ബൈക്ക് യാത്രക്കാരനും തമ്മിൽ തർക്കമുണ്ടായത്. ഇരുവരും തമ്മിൽ തർക്കം രൂക്ഷമായതോടെ ബസ്സിനുള്ളിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെട്ട് തർക്കം പരിഹരിച്ച് വാഹനം കടത്തിവിട്ടു. ഇതിനുശേഷം കോട്ടയത്തു നിന്നും ബസ് തിരികെ പുല്ലരിക്കുന്ന് വഴി എത്തിയപ്പോഴാണ് യുവാക്കളുടെ സംഘം വാഹനം തടഞ്ഞത്. തുടർന്നുണ്ടായ തർക്കത്തിൽ ഡ്രൈവറെയും കണ്ടക്ടറെയും ജീവനക്കാർ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. ഇതേ തുടർന്ന് ഇവർ വിവരം കോട്ടയം വെസ്റ്റ് പോലീസിൽ അറിയിച്ചു. വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി സംഘത്തിലുണ്ടായിരുന്ന 4 പേരെ കസ്റ്റഡിയിലെടുത്തു. ബസ് ജീവനക്കാരോട് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം പോലീസ് സ്റ്റേഷനിലെത്താനാണ് നിർദ്ദേശിച്ചത്. യാത്രക്കാർ ഉണ്ടായിരുന്നതിനാൽ സർവീസ് മുടക്കാതെ ബസ് ജീവനക്കാർ ബസ്സുമായി പാലായിലേക്ക് പോവുകയായിരുന്നു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.